Hi all, welcome to Competitive Cracker. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് സെറ്റ് സുവോളജി എക്സാമിന് നമ്മുടെ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചില ക്വസ്റ്റ്യൻസും അതുപോലെ അതിൻ്റെ ഓപ്ഷൻസും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് which of the following statement is true with respect to the DNA double helix? അതായത് DNA double helix സ്ട്രക്ചർ നമുക്കറിയാം അല്ലേ, അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് which of the following statement is true with respect to the DNA double helix? ഇപ്പോൾ DNA ഡബിൾ ഹെലിക്സിനെ കുറിച്ച് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ആ ഭാഗങ്ങളിൽ നിന്ന് സാധാരണ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് നമ്മുടെ ആൻസർ പറയുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമുക്കിതിനെക്കുറിച്ച് കുറച്ച് പോയിൻറ്റ്സ് നോക്കാം. നമുക്കറിയാം ഈ ഒരു DNA ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ഡിസ്കവർ ചെയ്തത് ആരാണ്? വാട്സൺ ആൻഡ് ക്രിക്ക് ആണ്. Okay, Watson and Crick discovered the well-known double helical structure of DNA. DNA-ക്ക് ഒരു ഡബിൾ ഹെലിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചറാണ് എന്ന് ഈ ഒരു കാര്യം പറഞ്ഞത് ആരാണ്? വാട്സൺ ആൻഡ് ക്രിക്ക് ആണ്. ഓക്കെ, വാട്സണും ക്രിക്കും ആണ്. ദെൻ ഇൻ ദ ഇയർ 1962, അതായത് 1962 ഇവർക്ക് ഇതിന് നോബൽ പ്രൈസ് ലഭിക്കുകയും ചെയ്തു. ഇപ്പോൾ DNA-യുടെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്തത് വാട്സൺ ആൻഡ് ക്രിക്ക് ആണ്. 1962 ഇതിന് ഇവർക്ക് എന്ത് ലഭിച്ചു? നോബൽ പ്രൈസ് ലഭിച്ചു. ദെൻ DNA is made up of two polynucleotide chains or two strands. നമുക്കറിയാം DNA എന്ന് പറയുമ്പോൾ രണ്ട് സ്ട്രാൻഡ്സ് ആണ് DNAയുടെ സ്ട്രക്ചറിനുള്ളത് എന്ന് നമുക്കറിയാം അല്ലേ. ഇതുപോലെയുള്ള രണ്ട് സ്ട്രാൻഡ്സ് ആണ് അല്ലെങ്കിൽ ഡബിൾ ഹെലിക്കലായിട്ടുള്ള സ്ട്രക്ചറാണ് DNAക്കുള്ളത്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിൽ രണ്ട് സ്ട്രാൻഡ്സ് ആണ് ഉള്ളത്. ഓക്കെ, ഇതൊരു സ്ട്രാൻഡാണ്, ഇത് മറ്റൊരു സ്ട്രാൻഡാണ്. അപ്പോൾ ഒരു സ്ട്രാൻഡിൻ്റെ ഈ ഒരു എൻഡ് 5' അതുപോലെ തന്നെ 3' ഡയറക്ഷനിലാണെങ്കിൽ തൊട്ടടുത്തുള്ള സ്ട്രാൻഡ് വരുന്നത് എങ്ങനെയായിരിക്കും? 3' 5' ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അപ്പോൾ DNA-യുടെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്തത് വാട്സൺ ആൻഡ് ക്രിക്ക് ആണ്. ദെൻ DNA എന്ന് പറയുമ്പോൾ പോളി ന്യൂക്ലിയോടൈഡ് ചെയിൻ ആണ്, രണ്ട് പോളി ന്യൂക്ലിയോടൈഡ് ചെയിൻ ആണ് അല്ലെങ്കിൽ രണ്ട് സ്ട്രാൻഡ്സ് ആണ്. Then that are long, parallel and spirally coiled around the same axis. Okay, ഇതെങ്ങനെയാണ് വരുന്നത്? ലോങ് പാരലൽ ആയിരിക്കും, അതുപോലെ സ്പൈറലി കോയിൽ ചെയ്തിട്ടുള്ള സ്ട്രക്ചറാണ്. These chains form a double helical structure and the two strands are anti-parallel to each other. അതായത് ഈ രണ്ട് സ്ട്രാൻഡ്സും എങ്ങനെയാണ് വരുന്നത്? ആൻറ്റി പാരലൽ ആണ്. ആൻറ്റി പാരലൽ ആണ് എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു സ്ട്രാൻഡ്, ഓക്കെ, വൺ സ്ട്രാൻഡ് runs in the 5' 3' direction and the next strand it runs in the 3' 5' direction. ഓക്കെ, ഒരു സ്ട്രാൻഡ് 5' 3' അല്ലെങ്കിൽ 5' 3' എന്നും നമ്മൾ പറയാറുണ്ട് അല്ലേ. തൊട്ടടുത്തുള്ള സ്ട്രാൻഡ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിൽ 3' 5' ഡയറക്ഷനിലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് എന്ത് പറയാം? ആൻറ്റി പാരലൽ ആണ്, അല്ലെങ്കിൽ ഈ ടു സ്ട്രാൻഡ്സും എങ്ങനെയാണ്? ദി ടു സ്ട്രാൻഡ്സ് ആർ ആൻറ്റി പാരലൽ ടു ഈച്ച് അതർ എന്ന് പറയാം. ഓക്കെ, ദ ഷുഗർ ആൻഡ് ദ ഫോസ്ഫേറ്റ് യൂണിറ്റ്സ് ഫോം ദ ബാക്ക് ബോൺ ഓഫ് ദി പോളിന്യൂക്ലിയോടൈഡ്. ദ ഷുഗർ ആൻഡ് ദ ഫോസ്ഫേറ്റ് യൂണിറ്റ് ഫോം ദ backbone of the polynucleotide chains and the paired nitrogenous bases form the center. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഷുഗറും ഫോസ്ഫേറ്റും ആണ് നമ്മുടെ ഈ ഒരു സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ഈ ഒരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിൻ്റെ ബാക്ക് ബോൺ ആയിട്ട് വരുന്നത്. ദെൻ ദ പെയർഡ് നൈട്രജനസ് ബേസ്, നമുക്കറിയാം നൈട്രജനസ് ബേസസ് ഉണ്ട് അല്ലേ, അഡിനിൻ ഗ്വാനിൻ സൈറ്റോസിൻ പോലെയുള്ള നൈട്രജനസ് ബേസുകളുണ്ട്. അപ്പോൾ ഇതെവിടെ വരും? ദ നൈട്രജനസ് ബേസസ് ഫോം ദ സെൻറ്റർ. ഓക്കെ, അതായത് ഈ ഒരു സ്ട്രക്ചറിൽ സെൻറ്ററിലായിട്ട് ഇവിടെ നൈട്രജനസ് ബേസുകൾ വരും. ഓക്കെ, അടുത്ത പോയിന്റ്, ദ നൈട്രജനസ് ബേസസ് ഓഫ് ദ ടു സ്ട്രാൻഡ്സ് ഫോം ഹൈഡ്രജൻ ബോൺസ് അക്കോർഡിംഗ് ടു ദെയർ കോംപ്ലിമെൻ്ററി വിത്ത് അഡനിൻ ഫോമിംഗ് 2 ഹൈഡ്രജൻ ബോൺസ് വിത്ത് തൈമിൻ ആൻഡ് ഗ്വാനിൻ ഫോമിംഗ് 3 ഹൈഡ്രജൻ ബോൺസ് വിത്ത് സൈറ്റോസിൻ. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ നൈട്രജനസ് ബേസുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു DNA ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിൽ നൈട്രജനസ് ബേസുകൾ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അഡിനിനും എപ്പോഴും എങ്ങനെയാണ് ബോണ്ടിങ് വരിക? അഡിനിനും ഏത് തമ്മിലുമാണ് ബോണ്ടിങ് വരിക? അഡിനിൻ ഫോം 2 ഹൈഡ്രജൻ ബോണ്ട് വിത്ത് തൈമിൻ. അഡിനിനും തൈമിനും തമ്മിലാണ് ബോണ്ടിങ് വരിക. അപ്പോൾ ഈ ഒരു അഡിനിനും ദെൻ തൈമിനും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഹൈഡ്രജൻ ബോണ്ടുകൾ വഴിയാണ്.
നൈട്രജനസ് ബേസുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഏത് ബോണ്ടാണ്? അത് ഓർത്ത് വെക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ്. നൈട്രജനസ് ബേസുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഹൈഡ്രജൻ ബോണ്ട്സ് വഴിയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അഡ്രിനിൻ എപ്പോഴും തൈമിനുമായിട്ടാണ് ബേസ് പെയർ ചെയ്യുക. ഓക്കെ, അഡ്രിനിൻ എപ്പോഴും 2 ഹൈഡ്രജൻ ബോണ്ട് വഴി തൈമിനുമായിട്ടാണ് ബേസ് പെയർ ചെയ്യുക. ഓക്കെ, ദെൻ ഗ്വാനിൻ എപ്പോഴും അല്ലേ, ക്യാപിറ്റൽ G എഴുതാം. ഗ്വാനിൻ എപ്പോഴും എങ്ങനെയാണ്? ദേ ബേസ് പെയർ വിത്ത് സൈറ്റോസിൻ. ഗ്വാനിൻ ഫോമിങ് 3 ഹൈഡ്രജൻ ബോണ്ട്സ്, അതായത് ഗ്വാനിൻ 3 ഹൈഡ്രജൻ ബോണ്ട് വഴി സൈറ്റോസിനുമായിട്ട് ബേസ് പെയർ ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. അഡെനിൻ തൈമിനുമായിട്ടും ഗ്വാനിൻ സൈറ്റോസിനുമായിട്ടാണ് ഇതിൽ ബേസ് പെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ DNA സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ അതിൽ നൈട്രജൻ ബേസുകളുണ്ട്. നൈട്രജൻ ബേസുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഹൈഡ്രജൻ ബോണ്ട്സ് വഴിയാണ്. അപ്പോൾ അഡെനിനും തൈമിനും തമ്മിൽ 2 ഹൈഡ്രജൻ ബോണ്ട്സ് വഴിയും ദെൻ ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ ഇത് രണ്ടും 3 ഹൈഡ്രജൻ ബോണ്ട്സ് വഴിയുമാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ദെൻ ദ DNA ഹാസ് എ ഡയമീറ്റർ ഓഫ് 20 നാനോമീറ്റർ. നോട്ട് ചെയ്യുക കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. DNA ഹാസ് ദ ഡയമീറ്റർ ഓഫ് 20 നാനോമീറ്റർ ആൻഡ് ബേസസ് വിത്ത് എ ഡയമീറ്റർ ഓഫ് 0.34 നാനോമീറ്റർ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, നോട്ട് ചെയ്യുക. DNA ഹാസ് എ ഡയമീറ്റർ ഓഫ് 20 നാനോമീറ്റർ ആൻഡ് ബേസസ് വിത്ത് എ ഡയമീറ്റർ ഓഫ് 0.34 നാനോമീറ്റർ. ഇൻ ദ ലെങ്ത് ഓഫ് ദ ടേൺ എത്രയാണ് വരുന്നത്? 3.4 നാനോമീറ്റർ ആണ്. ഓക്കെ, ആൻഡ് ദർ ആർ 10 ബേസ് പെയർസ് പെർ ടേൺ. ഒരു ടേണിൽ എത്ര ബേസ് പെയർ ഉണ്ടാവും? 10 ബേസ് പെയർ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം നോട്ട് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. DNA ഇറ്റ് ഹാസ് എ ഡയമീറ്റർ ഓഫ് 20 നാനോമീറ്റർ ആൻഡ് ദ ബേസസ് വിത്ത് എ ഡയമീറ്റർ ഓഫ് 0.34 നാനോമീറ്റർ. ദെൻ അടുത്തത് നമ്മൾ പറഞ്ഞത് ഒരു ടേണിൻ്റെ ലെങ്ത്ത് വരുന്നത് 3.4 നാനോമീറ്റർ ആണ്. ഒരു ടേൺ എന്ന് പറയുമ്പോൾ അതിൽ 10 ബേസ് പെയേഴ്സ് വരും. ഓക്കെ, ഒരു ടേണിൽ എത്ര വരും? 10 ബേസ് പെയേഴ്സ് വരും. ദെൻ ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട്സ് കണക്ട് ദ ന്യൂക്ലിയോടൈഡ്സ് ഇൻ എ ഹെലിക്സ്. ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട്സ് ആണ് ഇതിലുള്ള ന്യൂക്ലിയോടൈഡിനെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ദ ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് കണക്ട് ദ ന്യൂക്ലിയോടൈഡ്സ് ഇൻ എ ഹെലിക്സ്. ദെൻ എ മൈനർ ഗ്രൂവ് ആൻഡ് എ മേജർ ഗ്രൂവ് ക്യാൻ ബി സീൻ ഓൺ ദി ഹെലിക്സ്. ഓക്കെ, അപ്പോൾ DNA ഡബിൾ ഹെലിക്സിൽ മൈനർ ഗ്രൂവും മേജർ ഗ്രൂവും പ്രസൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ഈ ഒരു ന്യൂക്ലിയോടൈഡുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഫോസ്ഫോഡയസ്റ്റർ ബോണ്ടാണ്. ഓർത്ത് വയ്ക്കുക കേട്ടോ. അതായത് നമ്മുടെ ഒരു DNA സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ നൈട്രജൻ ബേസുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് നമ്മൾ എന്ത് പറഞ്ഞു? ഹൈഡ്രജൻ ബോണ്ട് വഴിയാണെന്ന് പറഞ്ഞു അല്ലേ? ദെൻ ന്യൂക്ലിയോടൈഡ്സുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ദ ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ദാറ്റ് കണക്ട് ദ ന്യൂക്ലിയോടൈഡ്സ് ഇൻ എ ഹെലിക്സ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ ആൻസർ നമുക്കൊന്ന് നോക്കാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നോക്കാം നമുക്ക്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ വിത്ത് റെസ്പെക്ട് ടു ദി DNA ഡബിൾ ഹെലിക്സ്? ഏതാണ് വരിക? ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് 2 or more പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. ഓപ്ഷൻ ബി ദ ബേസ് പെയേഴ്സ് ഹാവിംഗ് ഓപ്പോസിറ്റ് പൊളാരിറ്റി. ഓപ്ഷൻ സി കോവാലന്റ് ബോണ്ട് എക്സിസ്റ്റ് ഇൻ ബേസ് പെയറിംഗ്. ഓപ്ഷൻ ഡി തൈമിൻ ഈസ് untranscribed as uracil. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ബി ആണ് അല്ലേ? ബി ആണ്. നമ്മൾ പറഞ്ഞു ദ ബേസ് പെയേഴ്സ് ഹാവിങ് ഓപ്പോസിറ്റ് പൊളാരിറ്റി. ബേസ് പെയേഴ്സിന് എപ്പോഴും ഓപ്പോസിറ്റ് ആയിട്ടുള്ള പൊളാരിറ്റിയാണ് ഉണ്ടാവുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ വിത്ത് റെസ്പെക്ട് ടു ദ DNA ഡബിൾ ഹെലിക്സ്? ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ബി ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ. ഇപ്പോൾ DNA ബന്ധപ്പെട്ട് ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് സി ആനിമോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡിപ്ലോബ്ലാസ്റ്റിക് ആണോ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണോ എന്നുള്ളതും നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ ഇതിൻ്റെ സിമ്മട്രി എങ്ങനെയാണെന്നും അറിഞ്ഞിരിക്കണം. എങ്കിലേ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കൂ. അപ്പോൾ ആദ്യം ഡിപ്ലോബ്ലാസ്റ്റിക് എന്താണെന്ന് പഠിക്കണം, ട്രിപ്ലോബ്ലാസ്റ്റിക് എന്താണെന്ന് അറിയണം. ദെൻ ഇതിൻ്റെ സിമ്മട്രിയെക്കുറിച്ചും ഓർഗാനിസംസിൻ്റെ സിമ്മട്രിയെക്കുറിച്ചും അറിയണം. അപ്പോൾ ആദ്യം നമുക്കതൊന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം പറയുന്നത് ഡിപ്ലോബ്ലാസ്റ്റിക് അതുപോലെ ട്രിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം ആനിമൽസിൽ ദ ആനിമൽസ് ഹൂസ് ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഓൺലി 2 germ layers. അതായത് 2 germ layers എന്ന് പറയുമ്പോൾ എക്ടോഡേമും എൻഡോഡേമും മാത്രമാണ് ഉള്ളതെങ്കിൽ അത്തരം ഓർഗാനിസംസിനെ ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് എന്ന് പറയാം.
ഓക്കെ, 2 ജേം ലെയേഴ്സ്, അതായത് എക്ടോഡേമും എൻഡോഡേമും, ഇങ്ങനെ 2 ജേം ലെയേഴ്സ് ആണ് ഉള്ളതെങ്കിൽ അവയെ നമുക്ക് ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് എന്ന് പറയാം. ഓക്കെ അല്ലേ? ഡിപ്ലോബ്ലാസ്റ്റിക് ആയിട്ടുള്ള ഓർഗാനിസംസിന് എക്സാമ്പിൾസ് ആണ് ജെല്ലി ഫിഷ്, ദെൻ കോം ജെല്ലീസ്, കോറൽസ്, സീ ആനിമോൺസും ഒക്കെ. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമ്പിൾ നമ്മൾ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളത് പ്രത്യേകം നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. ദെൻ അടുത്തത് ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ടേമിൽ തന്നെ ഉണ്ട് എന്താണ്, 3 ജേം ലെയേഴ്സ് പ്രസൻ്റ് ആയിരിക്കും. ഏതൊക്കെ വരും? എക്ടോഡേം ഉണ്ടായിരിക്കും, ദെൻ എൻഡോഡേം ഉണ്ടായിരിക്കും, മീസോഡേം ഉണ്ടായിരിക്കും. ഇങ്ങനെ 3 ജേം ലെയേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കിതിനെ എന്ത് പറയാം? ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് എന്ന് പറയാം. ദെൻ ഇതിന് എക്സാമ്പിൾസ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസിന് എക്സാമ്പിൾസ് ആണ് പ്ലാറ്റി ഹെൽമിന്തസ്, ദെൻ അനലിഡ്സ്, ആർത്രോപോഡ്സ്, മൊളസ്ക്, ഇഖെനോഡേംസ്, കോഡേറ്റ്സും ഒക്കെ എന്തിലാണ് വരുന്നത്? ട്രിപ്ലോബ്ലാസ്റ്റിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. 3 ജേം ലെയേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കാര്യം നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ട്രിപ്ലോബ്ലാസ്റ്റിക്കും ഡിപ്ലോബ്ലാസ്റ്റിക്കും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ പഠിക്കണം, അതിന് എക്സാമ്പിൾസും പഠിക്കണം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയുന്നത് സിമ്മട്രിയെക്കുറിച്ചാണ്, ബോഡി സിമ്മട്രിയെക്കുറിച്ചാണ്. നമുക്കറിയാം പ്രധാനമായിട്ടും 3 രീതിയിലുള്ള സിമ്മട്രി ആണുള്ളത്. സിമ്മട്രി എന്ന് പറയുമ്പോൾ അസിമ്മട്രി വരുന്നുണ്ട് അല്ലേ? ഫസ്റ്റ് വൺ നമുക്കറിയാം പ്രത്യേകമായിട്ടുള്ളൊരു സിമ്മട്രിയാണ് അസിമെട്രി. അസിമെട്രി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ പ്രത്യേകത? ഒരു സിമ്മട്രി ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം എന്താ സിമ്മട്രി എന്നുള്ളത് അറിയണം അല്ലേ? സിമ്മട്രി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു ഓർഗാനിസത്തിനെ അതിൻ്റെ സെൻട്രൽ ആക്സസിലൂടെ പാസ് ചെയ്ത് പോകുന്ന രീതിയിൽ കട്ട് ചെയ്യുമ്പോൾ ഈക്വൽ ഹാഫ്സ് കിട്ടുന്നതിനെയാണ് സിമ്മട്രി എന്ന് പറയുന്നത്. ഐ റിപ്പീറ്റ്, ഒരു ഓർഗാനിസത്തിനെ അതിൻ്റെ ബോഡിയുടെ സെൻട്രൽ ആക്സസിലൂടെ പാസ് ചെയ്തു പോകുന്ന രീതിയിൽ കട്ട് ചെയ്യുമ്പോൾ ഈക്വൽ ഹാഫ്സ് കിട്ടുന്നതിനെയാണ് സിമ്മട്രി എന്ന് പറയുന്നത്. അങ്ങനെ ഈക്വൽ ഹാഫ്സ് കിട്ടിയില്ലെങ്കിൽ അസിമെട്രി എന്നും പറയാം. ക്ലിയർ അല്ലേ? ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കിയാൽ നമുക്കൊന്നുകൂടി ക്ലിയർ ആവും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഡയഗ്രാം നിങ്ങളൊന്ന് നോക്കൂ. ഈ ഒരു ഡയഗ്രാം നോക്കൂ. ഇത് ഫൈലം പോറിഫെറയിൽ വരുന്ന അല്ലെങ്കിൽ സ്പോഞ്ചസിൻ്റെ ഒരു ഡയഗ്രാമാണ്. ഇവെല്ലാം അസിമെട്രിയാണ് കാണുന്നത്. കാരണം എന്താ? ഇതിൻ്റെ സെൻട്രൽ ആക്സിസിലൂടെ പാസ് ചെയ്ത് പോകുന്ന രീതിയിൽ എങ്ങനെ കട്ട് ചെയ്താലും ഈക്വൽ ഹാഫ്സ് കിട്ടില്ല. കാരണം ഇതിനൊരു കൃത്യമായൊരു ഷേപ്പോ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്പോഞ്ചസുകളെ അല്ലെങ്കിൽ പോറിഫെറയെ അതിൻ്റെ സെൻട്രൽ ആക്സസിലൂടെ പാസ് ചെയ്ത് പോകുന്ന രീതിയിൽ കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടില്ല? ഈക്വൽ ഹാഫ്സ് കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് അസിമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ അസിമെട്രിക്ക് എക്സാമ്പിൾ വരുന്നത് ഫൈലം പോറിഫെറ എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ, അല്ലെങ്കിൽ സ്പോഞ്ചസ് എന്ന് പറയാം. ഓക്കെ, സ്പോഞ്ചസിൽ വരുന്ന അല്ലെങ്കിൽ ഫൈലം പോറിഫെറയിൽ വരുന്ന ഒരു ഓർഗാനിസംസും സിമെട്രി കാണിക്കുന്നില്ല. ദേ ഷോ അസിമെട്രി. ക്ലിയർ അല്ലേ? ഇനി മറ്റൊരു ടൈപ്പാണ് ബൈലേറ്ററൽ സിമെട്രി എന്ന് പറയുന്നത്. സിമെട്രിയുടെ മറ്റൊരു ടൈപ്പാണ് ബൈലേറ്ററൽ സിമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ ബൈലേറ്ററൽ സിമെട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡയഗ്രാം നിങ്ങളൊന്ന് നോക്കൂ. ഇതിൽ ലാസ്റ്റ് കൊടുത്തിട്ടുള്ള ഈ ഒരു ഡയഗ്രാം ബൈലേറ്ററൽ സിമെട്രിയാണ് ഇൻസെക്റ്റുകളുടെയൊക്കെ കേസിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, സെൻട്രൽ ആക്സിസിലൂടെ പാസ് ചെയ്ത് പോകുന്ന രീതിയിൽ ഒരൊറ്റ പ്ലെയിനിലൂടെ കട്ട് ചെയ്യുമ്പോൾ മാത്രം ഈക്വൽ ഹാഫ്സ് കിട്ടുന്നു. ബോഡിയുടെ സെൻട്രൽ ആക്സിസിലൂടെ പാസ് ചെയ്ത് പോകുന്ന രീതിയിൽ ഒരൊറ്റ പ്ലെയിനിലൂടെ കട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഇവിടെ എന്ത് കിട്ടുന്നത്? ഈക്വൽ ആയിട്ടുള്ള 2 ഹാഫ്സ് കിട്ടുന്നത്. അതാണ് ബൈലേറ്ററൽ സിമെട്രി. ബൈ എന്ന് പറയുമ്പോൾ 2 എന്നുള്ള മീനിങ് ആണ് അല്ലേ? അപ്പോൾ ഒരു സെൻട്രൽ ആക്സിസിലൂടെ ഒരു പ്ലെയിനിലൂടെ മാത്രം പാസ് ചെയ്ത് പോകുമ്പോഴേ ഇങ്ങനെ കിട്ടുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി പറയാം. ദ ബൈലേറ്ററൽ സിമെട്രി ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ബോഡി സിമെട്രി വേർ ദ ബോഡി ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2 ഐഡൻറ്റിക്കൽ ഹാഫ്സ് ഇൻ ഓൺലി 1 പ്ലെയിൻ. ഓക്കെ, ഈ ഒരു ഒറ്റ പ്ലെയിനിലൂടെ കട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് 2 ഈക്വൽ ഹാഫ്സ് കിട്ടൂ. ഒറ്റ പ്ലെയിനിലൂടെ കട്ട് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, സെൻട്രൽ ആക്സിസിലൂടെ ആ ഓർഗാനിസത്തിൻ്റെ സെൻട്രൽ ആക്സിസിലൂടെ പാസ് ചെയ്ത് പോവുകയും വേണം. ആ ഒരു രീതിയിൽ ഒരു പ്ലെയിനിലൂടെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 ഈക്വൽ ഹാഫ്സ് കിട്ടും. അതാണ് ബൈലേറ്ററൽ സിമെട്രി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഓർത്ത് വയ്ക്കുക, ബൈലേറ്ററൽ സിമെട്രി കാണിക്കുന്നത് ആനലിഡ്സ്, ആർത്രോപോഡ്സ്, അതുപോലെ മൊളസ്കുകളിൽ, കോഡേറ്റ്സിലുമൊക്കെ ഈ ഒരു ബൈലേറ്ററൽ സിമെട്രി കാണുന്നുണ്ട്. ദെൻ അടുത്തൊരു ടൈപ്പാണ് റേഡിയൽ സിമെട്രി. റേഡിയൽ സിമെട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ബോഡി സിമെട്രി വോ എനി പ്ലെയിൻ പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഡിവൈഡ്സ് ദ ബോഡി ഇൻറ്റു 2 ഈക്വൽ ഹാഫ്സ്. അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ഡയഗ്രാം നോക്കൂ, ഈ സെൻറ്ററിൽ കാണുന്ന ഈ ഒരു ഡയഗ്രാം നോക്കൂ, ഇതാണ് റേഡിയൽ സിമെട്രി കാണിക്കുന്നത്. അതായത് സെൻട്രൽ ആക്സിസിലൂടെ പാസ് ചെയ്ത് പോകുന്ന രീതിയിൽ പല പ്ലെയിനിലൂടെ കട്ട് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഈക്വൽ ആയിട്ടുള്ള ഹാഫ്സ് കിട്ടുന്നുണ്ട്. ഓക്കെ, അതാണ് റേഡിയൽ സിമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ റേഡിയൽ സിമെട്രിക്ക് എക്സാമ്പിൾസ് ഏതൊക്കെയാണ് വരുന്നത്? അതാണ് നമുക്ക് എക്സാമിന് ഇമ്പോർട്ടൻറ്റ്. നോട്ട് ചെയ്യുക. നിഡേറിയൻസ് വരുന്നുണ്ട്, ദെൻ എക്കൈനോഡേംസ് വരുന്നുണ്ട്.
ഓക്കെ, ചിലപ്പോൾ ഓർഗാനിസംസിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടും ചോദിക്കാം. ഫൈലം തന്നെയാണ് എക്സാമ്പിളിൽ വരണം എന്നില്ല, ഓർഗാനിസംസിൻ്റെ പേര് തന്നിട്ടും നമുക്ക് ചോദിക്കാം. അപ്പോൾ നമുക്കറിയാം സീ അനിമോൺ, അതുപോലെ തന്നെ ജെല്ലി ഫിഷ്, കോറൽസ്, ദെൻ സീ അർച്ചിൻ, ബ്രിട്ടിൽ സ്റ്റാർസ്, സീ സ്റ്റാർസ്, ഇതിലൊക്കെ എന്താണ് കാണുന്നത്? റേഡിയൽ സിമെട്രിയാണ് കാണുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം ഒന്ന് മനസ്സിലാക്കുക. ബൈലേറ്ററൽ സിമെട്രി എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആക്സിസിലൂടെ പാസ് ചെയ്തു പോകുന്ന രീതിയിൽ ഒരൊറ്റ പ്ലെയിനിലൂടെ കട്ട് ചെയ്യുമ്പോൾ മാത്രം 2 ഈക്വൽ ഹാഫ് കിട്ടുന്നു. ദെൻ റേഡിയൽ സിമെട്രി എന്ന് പറയുമ്പോഴോ സെൻട്രൽ ആക്സിസിലൂടെ പാസ് ചെയ്തു പോകുന്ന രീതിയിൽ നമുക്ക് പല പ്ലെയിനിലൂടെ കട്ട് ചെയ്യാം. സ്റ്റാർ ഫിഷിൻ്റെ കാര്യമൊക്കെ ഒന്ന് ഓർത്താൽ മതി, ആ ഡയഗ്രാമൊക്കെ ഒന്ന് ഓർക്കുക കേട്ടോ. അപ്പോൾ എങ്ങനെ കട്ട് ചെയ്താലും സെൻട്രൽ ആക്സിസിലൂടെ പാസ് ചെയ്ത് പോകണം എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ സെൻട്രൽ ആക്സിസിലൂടെ പാസ് ചെയ്ത് പോകുന്ന രീതിയിൽ പല പ്ലെയിനിലൂടെ കട്ട് ചെയ്യുമ്പോഴും ഈക്വൽ ഹാഫ്സ് കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഡിയൽ സിമെട്രി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തന്നെ ഒന്ന് പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സീ അനിമോൺ. സീ അനിമോണിൽ diploblastic and radially symmetrical, then triploblastic and radially symmetrical, diploblastic and bilaterally symmetrical, triploblastic and bilaterally symmetrical. കറക്റ്റ് ആൻസർ ഏതായിരിക്കും വരിക? ഓപ്ഷൻ എ ആണ് അല്ലേ? നമുക്കറിയാം ഈ ഒരു സീ അനിമോൺ എന്നുള്ളത് ഡിപ്ലോബ്ലാസ്റ്റിക് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ദെൻ റേഡിയലി സിമെട്രിക്കലുമാണ്. ഓക്കെ, സീ അനിമോണിനെ നമുക്ക് സെൻട്രൽ ആക്സിസിലൂടെ പാസ് ചെയ്ത് പോകുന്ന രീതിയിൽ പല പ്ലെയിനിലൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഈക്വൽ ഹാഫ് കിട്ടുന്നു. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് ഫിസിക്കൽ ട്രേറ്റ്സ് ആൻഡ് എവല്യൂഷണറി റിലേഷൻഷിപ്പ്. ഓപ്ഷൻസ് ഇവിടെ വന്നിട്ടുള്ളത് ന്യൂമറിക്കൽ ക്ലാസിഫിക്കേഷൻ, മോളിക്കുലാർ ക്ലാസിഫിക്കേഷൻ, ക്ലാഡിസ്റ്റിക്സ്, ഫൈലോജനറ്റിക്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇതിൽ നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ 4 ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളിത് പഠിക്കണം. അധികവും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ഭാഗം കൂടിയാണിത്. ചില വർഷങ്ങളിൽ ന്യൂമറിക്കൽ ക്ലാസിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്, എന്നാൽ ചിലത് ക്ലാഡിസ്റ്റിക്സ് ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഈ ഒരു 4 ഓപ്ഷൻസും വെച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻസ് മാറി മാറി ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ന്യൂമറിക്കൽ ക്ലാസിഫിക്കേഷൻ എന്താ നോക്കാം. ഈ 4 ഓപ്ഷൻസുമാണ് ആദ്യം നോക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ന്യൂമറിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇത് റോബർട്ട് സൊക്കാൽ ആൻഡ് പീറ്റർ സ്നീത്ത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ സയൻറ്റിസ്റ്റിൻ്റെ പേര് നോട്ട് ചെയ്യുക. റോബർട്ട് സൊക്കാൽ ആൻഡ് പീറ്റർ സ്നീത്ത് ഡിഫൈൻ ദ ന്യൂമറിക്കൽ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ന്യൂമറിക്കൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഡിഫൈൻ ചെയ്ത സയൻറ്റിസ്റ്റാണ് റോബർട്ട് സൊക്കാലും പീറ്റർ സ്നീത്തും. ഓക്കെ, ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ക്ലാസിഫയിങ് ദ ഓർഗാനിസം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ന്യൂമറിക്കൽ മെത്തേഡ്സ്. അതായത് ന്യൂമറിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്യുന്ന ഒരു രീതിയാണ് ന്യൂമറിക്കൽ ക്ലാസിഫിക്കേഷൻ. ഓക്കെ അല്ലേ? അടുത്തത് മോളിക്കുലാർ ക്ലാസിഫിക്കേഷൻ ആണ്. Classifying the organisms based on the difference in protein and DNA in order to make the fine taxonomic classification that are not solely based on morphology. അതായത് മോർഫോളജിയുടെ കാര്യം മാത്രം നോക്കിയിട്ടല്ല, മോളിക്കുലാർ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോട്ടീൻസിൻ്റെയും DNA-യുടെയും ഒക്കെ ആ ഒരു കാര്യം നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിൽ വരുന്ന ഡിഫറൻസുകളൊക്കെ പരിഗണിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ക്ലാസിഫിക്കേഷനാണ് മോളിക്കുലാർ ക്ലാസിഫിക്കേഷൻ. പേരിൽ തന്നെ ഉണ്ട് അല്ലേ? മോളിക്കുലാർ ലെവലിലുള്ള കാര്യങ്ങളെ കൺസിഡർ ചെയ്തുകൊണ്ട് ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് മോളിക്കുലാർ ക്ലാസിഫിക്കേഷൻ. ദെൻ നെക്സ്റ്റ് ഇസ് ക്ലാഡിസ്റ്റിക്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്ലാഡിസ്റ്റിക്സ്. It is a system of taxonomy in which the organisms are classified into clades or group. അതായത് ക്ലാഡിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഇതിൽ ഓർഗാനിസംസിനെ വ്യത്യസ്ത ക്ലാഡ്സിലായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ഓർ ഗ്രൂപ്പ്സ്. ഓക്കെ, ക്ലാഡ്സ് ഓർ ഗ്രൂപ്പ്സ് ബേസ്ഡ് ഓൺ ദ കളക്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഹാവിംഗ് കോമൺ ആൻസസ്ട്രി. Then cladistics is used for classifying the organisms and establishing the evolutionary relationship between them. Then next one is phylogenetics. Phylogenetics. It is a study of evolutionary relationship among the biological entities, often species, individuals or genes. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ നിങ്ങളൊന്ന് റെഫർ ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യൻ വന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് ഫിസിക്കൽ ട്രേറ്റ്സ് ആൻഡ് ദ എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഈസ്. കറക്റ്റ് ആൻസർ ഏതാ? ലാസ്റ്റ് ഓപ്ഷൻ ആണല്ലേ, ഓപ്ഷൻ ഡി ഈസ് ഫൈലോജനറ്റിക്സ്. ഫൈലോജനറ്റിക്സ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സെറ്റ് സുവോളജിയുടെ 90 ഡേയ്സിൻ്റെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളും PDF നോട്ട്സും ടെസ്റ്റ് സീരീസും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടി പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ ഒരു ദിവസങ്ങൾക്ക് ഉള്ളിൽ നമ്മൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ.
അറിയുന്നുണ്ടാവും ഈ ഒരു HSST എക്സാം നമുക്ക് ഉടൻ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു HSST എക്സാമിന് മുന്നേ നമുക്ക് സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു HSST എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റൂ. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. നമ്മുടെ ഈ ഒരു എക്സാം തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞു. ഇനി അധിക ദിവസങ്ങളൊന്നും ഇല്ല നമ്മുടെ എക്സാമിനായിട്ട്. പലർക്കും 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെയാണ് കഴിഞ്ഞ തവണ എക്സാമിൽ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കാതിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരൊന്നും ടെൻഷൻ അടിക്കേണ്ട. നമ്മുടെ 90 ഡേയ്സിൻ്റെ ക്രാഷ് കോഴ്സ് കോമ്പറ്റിറ്റീവ് ക്രാക്കറിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Ampullae of Lorenzini are the thermoreceptors found in. Ampullae of Lorenzini are the thermoreceptors found in. Ampullae of Lorenzini കാണുന്നത് ഏതിലാണ്? ഫിഷസിലാണ് അല്ലേ? ഫിഷസിൽ കാണുന്ന തെർമോറിസെപ്റ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് നോട്ട് ചെയ്യേണ്ടതുണ്ട്. നോക്കാം നമുക്ക്. Ampullae of Lorenzini is the important receptor or sense organ in fishes. മത്സ്യങ്ങളിലാണ് ഇത് കാണുന്നതെന്ന് നോട്ട് ചെയ്യുക. ദെൻ ദീസ് ആർ ദ ഗ്രേപ്പ് ലൈക്ക് പോഴ്സ് ഫൗണ്ട് ഇൻ ബഞ്ചസ് ഇൻ ദി സ്നൗട്ട്. അതായത് ഒരു ഗ്രേപ്പ് ലൈക്ക് പോഴ്സ് ആണ്. ഗ്രേപ്പ് പോലെ തോന്നിക്കുന്ന, മുന്തിരി പോലെ തോന്നിപ്പിക്കുന്ന ചെറിയ ചെറിയ പോഴ്സ് ആണിത്. ഇത് സ്നൗട്ട് റീജിയനിലായിട്ടാണ് കാണുന്നത്. ഫിഷിൻ്റെ സ്നൗട്ട് റീജിയനിലായിട്ടാണ് ഇത് കാണുന്നത്. ദേ കണ്ടെയ്ൻ ആംപ്യുള്ളി ഓർ ഗ്ലാൻഡ് സെൽസ് ആൻഡ് സെൻസറി ഹെയർ സെൽസ്. ഇതിൽ ആംപ്യുള്ളെ അല്ലെങ്കിൽ ഗ്ലാൻഡ് സെൽസും അതുപോലെ തന്നെ സെൻസറി ഹെയർ സെൽസും ഉണ്ട്. These are the thermoreceptors and respond to the slight changes in temperature. ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കുക, ആംപുള്ളി ഓഫ് ലോറൻസിനി കാണുന്നത് ഫിഷസിലാണ്. ഇവ എന്താണ്? ഫിഷസിൻ്റെ സ്നൗട്ട് റീജിയനിൽ കാണുന്ന തെർമോറിസെപ്റ്ററുകളാണ്. തെർമോറിസെപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ദേ ഡിറ്റക്ട് ദ സ്ലൈറ്റ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിൽ വരുന്ന വാരിയേഷൻസ് ഡിറ്റക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് തെർമോറിസെപ്റ്റേഴ്സ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ന്യൂറോമാസ്റ്റ് ഓർഗാൻസ്. മറ്റൊരു റിയോറിസെപ്റ്റർ ആണ് കേട്ടോ ന്യൂറോമാസ്റ്റ് ഓർഗാൻ എന്ന് പറയുന്നത്. അത് നോട്ട് ചെയ്യണേ. ന്യൂറോമാസ്റ്റ് ഓർഗാൻസ് ദി ആക്ട് ആസ് ദി റിയോറിസെപ്റ്റർ. റിയോറിസെപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? റിസെപ്റ്റർ ഇൻ ദ ഫിഷ് ആൻഡ് സം ആംഫിബിയൻസ് ദാറ്റ് റെസ്പോണ്ട് ടു വാട്ടർ കറൻസ്. അതായത് മത്സ്യങ്ങളിലും അതുപോലെ ചില ആംഫിബിയൻസിലും, ഫിഷസിലും ആംഫിബിയൻസിലും കാണുന്ന റിയോറിസെപ്റ്റേഴ്സ് ആണ് ന്യൂറോമാസ്റ്റ് ഓർഗാൻസ് എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറയാം, ഫിഷസിലും ആംഫിബിയൻസിലും കാണുന്ന റിയോറിസെപ്റ്റേഴ്സ് ആണ് ന്യൂറോമാസ്റ്റ് ഓർഗാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ റിയോറിസെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ? ദേ റെസ്പോണ്ട് ടു ദ വാട്ടർ കറൻറ്റ്. ഓക്കെ, ഫിഷസിലും ആംഫിബിയൻസിലും ഒക്കെ കാണുന്ന റിയോറിസെപ്റ്ററുകളാണ് ന്യൂറോമാസ്റ്റ് ഓർഗാൻസ് എന്ന് പറയുന്നത്. ദേ റെസ്പോണ്ട് ടു വാട്ടർ കറൻറ്റ്സ്. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ്, ന്യൂറോ എപ്പിത്തീലിയൽ ബോഡീസ് ദ ആക്ട് ആസ് ദ ന്യൂറോ റിസെപ്റ്റർ. ന്യൂറോ എപ്പിത്തീരിയൽ ബോഡീസ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ന്യൂറോ റിസെപ്റ്ററായിട്ട് ആക്ട് ചെയ്യുന്നു. ദേ ആർ ടൈനി സ്ട്രക്ചേഴ്സ് ഫോംഡ് ഫ്രം പ്രോട്ടീൻ ദറ്റ് ആർ ഡിസൈൻഡ് ടു ആക്സെപ്റ്റ് ദ ഇൻഫർമേഷൻ ഫ്രം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അതായത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ നിന്നുള്ള ഇൻഫോർമേഷൻസ് ആണിത് ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കുക, ന്യൂറോ റിസെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യുന്നു? ദേ ആക്സെപ്റ്റ് ദ ഇൻഫർമേഷൻ ഫ്രം ദ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ന്യൂറോ എപ്പിത്തീലിയൽ ബോഡീസ് എന്ന് പറഞ്ഞാൽ അവ എന്താണ്? ന്യൂറോ റിസെപ്റ്റേഴ്സ് ആണ്. ദേ ആക്സെപ്റ്റ് ദ ഇൻഫർമേഷൻ ഫ്രം ദി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത പോയിന്റ് നോക്കാം. ടാക്ടൈൽ സെൻസ് ഓർഗാൻസ്. ടാക്ടൈൽ സെൻസ് ഓർഗാൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ദേ ആക്ട് ആസ് ടച്ച് റിസെപ്റ്റേഴ്സ്. ഓക്കെ, ടാക്ടൈൽ സെൻസ് ഓർഗാൻസ് എന്ന് പറഞ്ഞാൽ ടച്ച് റിസെപ്റ്റേഴ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്പീഷീസ് ദാറ്റ് ഒക്കേഴ്സ് വിതൗട്ട് ഫിസിക്കൽ സെപ്പറേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ പോപ്പുലേഷൻ ഈസ് നോൺ ആസ്. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി പറയാം. സ്പീഷീസ് ദാറ്റ് ഒക്കേഴ്സ് വിതൗട്ട് ദ ഫിസിക്കൽ സെപ്പറേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ പോപ്പുലേഷൻ ഈസ് നോൺ ആസ്. ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് വരുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ വന്നിട്ടുള്ളത് ഹല്ലോപാട്രിക് സ്പീസിയേഷൻ, ദെൻ അടുത്തത് സിംപാട്രിക് സ്പീസിയേഷൻ, ദെൻ പാരാപാട്രിക് സ്പീസിയേഷൻ, പെരിപാട്രിക് സ്പീസിയേഷൻ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് മാറി ക്വസ്റ്റ്യൻ പേപ്പറിൽ പല ഇയറിലായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് 4 ഓപ്ഷൻസും നമുക്ക് പഠിക്കണം. നമുക്ക് ആദ്യം ഓപ്ഷൻസ് ഏതൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്? അലോപാട്രിക്, സിംപാട്രിക്, പെരാപാട്രിക്, പെരിപാട്രിക് സ്പീസിയേഷൻ. ഇതിനെക്കുറിച്ച് ആദ്യം ഒന്ന് പറയാം. ഓക്കെ, കാരണം ഇതെല്ലാം നമുക്ക് എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാനുള്ളത് അലോപാട്രിക് സ്പീസിയേഷൻ ആണ്. This type of speciation happens when two populations of the same species then become isolated from each other due to geographic factors. അതായത് എന്തെങ്കിലുമൊക്കെ ജിയോഗ്രഫിക് ഫാക്ടേഴ്സിൻ്റെ കാരണത്താൽ
ഒരേ സ്പീഷ്യസിലുള്ള രണ്ട് പോപ്പുലേഷൻ എന്താവുക, ജിയോഗ്രഫിക് ഫാക്ടേഴ്സിൻ്റെ കാരണത്താൽ അത് സെപ്പറേറ്റ് ആവുക. ഓക്കെ, അതാണ് അലോപാട്രിക് സ്പീസിയേഷൻ. ഒരിക്കൽ കൂടി പറയാം. This type of speciation happen when the two population of the same species become isolated from each other due to geographic factors. അതായത് ഒരേ സ്പീഷ്യസിൽ തന്നെയുള്ള രണ്ട് പോപ്പുലേഷൻസ് എന്തെങ്കിലും ജിയോഗ്രഫിക് ഫാക്ടേഴ്സിൻ്റെ കാരണത്താൽ എന്താവുക, ഐസൊലേറ്റ് ചെയ്ത് പോവുക, വേറെ വേറെയായി ഐസൊലേറ്റ് ചെയ്ത് പോവുക. ഒരേ സ്പീഷ്യസിൽ തന്നെയുള്ള രണ്ട് പോപ്പുലേഷൻസ് എന്തെങ്കിലും ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സിൻ്റെ കാരണത്താൽ രണ്ടായി ഐസൊലേറ്റ് ചെയ്ത് പോകുന്നു. ഇതാണ് അലോപാട്രിക് സ്പീസിയേഷൻ. ഓക്കെ, ദെൻ സിംപാട്രിക് സ്പീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സിംപാട്രിക് സ്പീസിയേഷൻ എന്ന് പറയുമ്പോൾ സ്പീസിയേഷൻ ഒക്കേഴ്സ് വെൻ ടു ഗ്രൂപ്പ്സ് ഓഫ് ദ സെയിം സ്പീഷീസ് ലിവ് ഇൻ ദ സെയിം ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ബട്ട് ദേ ഇവോൾവ് ഡിഫറെൻ്റ്ലി ടിൽ ദേ ക്യാൻ നോ ലോങ്ങർ ഇൻ്റർബ്രീഡ് ആൻഡ് ആർ കൺസിഡേർഡ് ആസ് ഡിഫറെൻറ്റ് സ്പീഷ്യസ്. ഓക്കെ, അതായത് നമുക്കറിയാം സ്പീസിയേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ന്യൂ സ്പീഷ്യസ്, ഫോർമേഷൻ ഓഫ് ന്യൂ സ്പീഷ്യസ് ആണ് അല്ലേ? സ്പീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർമേഷൻ ഓഫ് ന്യൂ സ്പീഷ്യസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ സ്പീഷ്യസിൻ്റെ പല ഫോംസ് അല്ലെങ്കിൽ സ്പീഷ്യസ് ഫോം ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? സ്പീസിയേഷൻ എന്ന് പറയുന്നത്. അലോപാട്രിക്കും സിംപാട്രിക്കും ആണ് നമ്മൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞത്. അതിൽ സിംപാട്രിക് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഒരിക്കൽ കൂടി പറയാം. ഇറ്റ് ഒക്കേഴ്സ് വെൻ ടു ഗ്രൂപ്പ്സ് ഓഫ് ദി സെയിം സ്പീഷീസ് ലിവ് ഇൻ ദ സെയിം ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ. അതായത് ഇവിടെ സിംപാട്രിക് സ്പീസിയേഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ ഒരേ സ്പീഷ്യസിലുള്ള രണ്ട് ഗ്രൂപ്പ്സ് ഒരേ ജിയോഗ്രഫിക്കൽ ലൊക്കേഷനിൽ തന്നെ കാണുന്നു. പക്ഷേ ദേ ഇവോൾവ് ഡിഫറെൻ്റ്ലി ടിൽ ദേ ക്യാൻ നോ ലോങ്ങർ ഇൻ്റർബ്രീഡ് ആൻഡ് ആർ കൺസിഡേർഡ് ആസ് ഡിഫറെൻറ്റ് സ്പീഷീസ്. ഓക്കെ, അവ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു? വ്യത്യസ്ത സ്പീഷീസുകളായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു അലോപാട്രിക് സ്പീസിയേഷനും അതുപോലെ തന്നെ സിംപാട്രിക് സ്പീസിയേഷനും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. ദെൻ അടുത്തത് പെരിപാട്രിക് സ്പീസിയേഷൻ ആണ്. ഇറ്റ് ഒക്കേഴ്സ് വെൻ എ സ്മോളർ ഗ്രൂപ്പ് ഓഫ് ദ മെയിൻ പോപ്പുലേഷൻ ഈസ് ജിയോഗ്രഫിക്കലി ഐസൊലേറ്റഡ്. ഓക്കെ, ഇറ്റ് ഒക്കേഴ്സ് വെൻ എ സ്മോളർ ഗ്രൂപ്പ് ഓഫ് ദ മെയിൻ പോപ്പുലേഷൻ ഈസ് ജിയോഗ്രഫിക്കലി ഐസൊലേറ്റഡ്. അതായത് ഇത് പെരിപാട്രിക് സ്പീസിയേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് നടക്കുന്നത്? ഒരു മെയിൻ പോപ്പുലേഷനിൽ നിന്നും ചെറിയ ഒരു ഗ്രൂപ്പ് വേറൊരു ഭാഗത്തേക്ക് ഐസൊലേറ്റ് ചെയ്ത് പോകും. ഓക്കെ, ജിയോഗ്രഫിക്കലി ഐസൊലേറ്റ് ചെയ്ത് പോകുന്നു. ഇതാണ് പെരിപാട്രിക് സ്പീസിയേഷൻ. ദെൻ നെക്സ്റ്റ് ഈസ് പാരാപാട്രിക് സ്പീസിയേഷൻ. പാരാപാട്രിക് സ്പീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഒക്കേഴ്സ് വെൻ വൺ സ്പീഷ്യസ് ഈസ് സ്പ്രെഡ് ഔട്ട് ഓവർ എ ലാർജ് ഏരിയ. ഓക്കെ, അപ്പോൾ ഈ 4 ഓപ്ഷൻസും നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സ്പീസിയേഷൻ ദാറ്റ് ഒക്കേഴ്സ് വിതൗട്ട് ഫിസിക്കൽ സെപ്പറേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ പോപ്പുലേഷൻ ഈസ് നോൺ ആസ്. കറക്റ്റ് ആൻസർ ഈസ് സിംപാട്രിക് സ്പീസിയേഷൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരിക, സിംപാട്രിക് സ്പീസിയേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിൻ്റെ ഓപ്ഷൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രമാണ് ഈ ഒരു സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം കേട്ടോ എക്സാമിന് വേണ്ടിയിട്ട്. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നുള്ളൂ. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. എങ്കിലേ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ മൊബൈൽ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. താങ്ക്